ലൈഫ് സ്റ്റൈൽ അല്ല അപ്പന്മാർക്ക് ജീവിക്കാനുള്ള താല്പര്യം ഇവിടെ നടക്കണേ. ഇവരെ വെച്ചിട്ട് ഈ കുടുംബം അത് ഇവിടെ എത്ര മാർക്ക് ചെയ്യുന്നു നീ പറ. അവര് പോവാൻ കാരണം എന്തെന്ന് പറയുന്നു. പോവാൻ കാരണം വേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ല. സംസാരിക്ക് പുള്ളി കാല് അത് മാത്രം ഞാൻ കട്ടത് ലാസ്റ്റ് അത് മാത്രം ഉണ്ടാവുള്ളൂ. നമ്മുടെ വായ്ത്താളത്തിന്റെ പരിപാടി എന്നിട്ട് പ്ലാൻ ഇന്നത്തെ പദ്ധതി എന്നിട്ടാ ഇന്നത്തെ ടോപ്പിക് ഒന്നുമില്ല. നമ്മ എന്തിനെ കുറിച്ച് സംസാരിക്കാൻ പോണേ? നമ്മ എന്തിനെ കുറിച്ച് സംസാരിച്ചാൽ അവസാനം അത് കറങ്ങി തിരിഞ്ഞ് പല പല ടോപ്പിക്കിലേക്ക് പോകും. ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തില് ഉറച്ചു നിൽക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം പറയാം. നമ്മുടെ നാട്ടില് നമ്മ ഒരുപാട് പിള്ളേരുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. ഇതിൽ ആൾക്കാരില്ല. ഇന്ന് ജനസംഖ്യ കുറഞ്ഞു. അതാണോ? ജനസംഖ്യ കുറയല്ല, ജനസംഖ്യ കുറഞ്ഞു. അല്ല, നമ്മുടെ കൂട്ടത്തിലെ ആളെണ്ണം കുറയുന്നു. എല്ലാവരും പോണത് കാനഡ. അങ്ങനെ പറ. കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. ഇപ്പൊ ഗൾഫിലൊക്കെ പോയിരിക്കുന്ന ആൾക്കാരൊക്കെ തിരിച്ചു വന്നു. അവർക്ക് പണി കൂലി ഇല്ലാണ്ട്, ഗൾഫൊക്കെ ടാസ്കാ, പണി കൂലി ഇല്ലാണ്ട് തിരിച്ചു വന്നു. നമ്മളെ മാത്രം അല്ല, ഗൾഫുകാര് പണിത വേർപ്പാണ് നിങ്ങളൊക്കെ തിന്നണത്. അധ്വാനത്തിന്റെ ഫലം. അതൊക്കെ ഞാനതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്തിന് കൊടുത്തിട്ടില്ല, എന്റെ വീട്ടിലേക്ക് കൊടുത്തിട്ടുള്ളൂ. എന്റെ അപ്പൻ 23 വർഷം കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി ഇത്ര വലിയ പുറത്തേക്ക് പോകണം നല്ലതെന്നല്ല. എന്തുകൊണ്ട് ഇപ്പൊ ഈ കുറച്ചു നാളായിട്ടായിരിക്കും യൂറോപ്യൻ രാജ്യങ്ങളില് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞ് പെരുന്നാളൊക്കെ കൂടാൻ വേണ്ടി ഒരാഴ്ചത്തെ ലീവിനും അല്ലെങ്കിൽ 2 ആഴ്ച ലീവിനൊക്കെ എല്ലാവരും ഓടിയെത്താറുണ്ട്. നിങ്ങളൊക്കെ ആയാലും എല്ലാവരും ലീവിനെത്താറുണ്ട്. ഇപ്പൊ ആരും കാണാനില്ല. വന്ന് പെരുന്നാളിന് അവിടെ ഇന്നാള് മാളിപ്പുറത്തൊക്കെ പെരുന്നാളിന് പോയിട്ട് ഒരൊറ്റ പിള്ളേരില്ല, ചെറുപ്പക്കാരില്ല നാട്ടില്. എന്തുകൊണ്ട് കാര്യം? പൊറോട്ട, നമ്മുടെ ഈ ബീഫ്, കഥകളി, ഈ അമ്പലത്തിൽ ഈ കഥകളി അത് വിട്. അതൊക്കെ പോട്ടെ, പൊറോട്ട നല്ലതാണോ? പൊറോട്ട ഇതൊക്കെ വേറെ കേട്ടാ പോണേ. എടാ, പൊറോട്ട ആരോഗ്യത്തിന് നമ്മുടെ കേരളത്തിന്റെ വികാര എടാ, ഈ കേരളത്തിന്റെ വികാര കേന്ദ്രങ്ങളായി പറഞ്ഞോണം നമ്മുടെ പാടത്തെന്ത് വികാരം? നമ്മുടെ പാടം, നമ്മുടെ ചായക്കടകള് എന്ന് പറഞ്ഞോണം. പൊറോട്ട ബീഫൊക്കെ കേരളീന്റെ ഒരു സാധനമാണ്, ഫീലാണ്. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറെ പേര് ഇതൊന്നും ഇഷ്ടണ്ടായിട്ട് പോണതായിരിക്കില്ല. ഇവര് പോണ്. എന്തായിരിക്കും ഇതിന്റെ ഒരു കാരണങ്ങൾ, അടിസ്ഥാനം? അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ അല്ല, അല്ല. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ഇങ്ങനെ വന്നു ഞാൻ മെയിൻറ്റെയിൻ ചെയ്താ ചിലപ്പോ അറിയാണ്ട് ക്യാരക്ടറിലേക്ക് വരും. അത് നിങ്ങൾ കാര്യമാക്കരുതിട്ടാ. തിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ എന്നിട്ട് പറഞ്ഞ അടിസ്ഥാനം എന്ന് പറഞ്ഞതാണ്. അതായത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള കുട്ടികൾക്കായാലും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മാറ്റം തന്നെയാണത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസം മാറുന്നതോറും നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മള് പുറത്തേക്ക് യൂറോപ്പിൽ കുറെ നാൾ ഗൾഫായി. വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി മാത്രമല്ല എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസം നേടാനെന്നല്ല ഞാൻ പറഞ്ഞത്. വിദ്യാഭ്യാസം നേടിയതിലൂടെ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാഭ്യാസം അല്ല, നമുക്ക് ലോകറിവ് കൂടി നമുക്ക് കേരളത്തിലുള്ളവർക്ക്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇപ്പൊ ഇവിടുത്തെ ഇപ്പൊ ഹിന്ദിക്കാരൻ വന്ന് നമ്മുടെ പുറം നാട്ടിൽ നിന്നിട്ട് നമ്മുടെ നാട്ടിൽ പൂർത്തീകരിക്കാൻ എനിക്കൊരു 5 മിനിറ്റ് നികേഷ്. അതായത് ഇപ്പൊ ഹിന്ദിക്കാര് വരുന്നുണ്ട്. ഹിന്ദിക്കാര് വന്ന് ഒരു ഇപ്പൊ ആസാമിൽ നിന്ന് ബീഹാറിൽ നിന്നൊക്കെ വന്ന് 1000 രൂപ എന്തായാലും അവർക്ക് കൂലി കൊടുക്കണം. നമ്മൾ ഇവിടെ വന്ന് പറഞ്ഞാലും നമുക്ക് ഈ കൂലി കിട്ടും. അതൊരു 30,000 എന്തായാലും കിട്ടും. പക്ഷെ നമ്മുടെ ആളുകൾക്ക് അത് പോരാ. നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറി, നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണം.
ഇപ്പൊ വണ്ടി ആയാലും വീടായാലും നമ്മൾ പണിയുന്ന വീടുകൾ എന്നൊക്കെ പറഞ്ഞ ഒരു 50 ലക്ഷം 60 ലക്ഷം ഏറ്റവും കുറഞ്ഞത് ബഡ്ജറ്റ് പെട്ടുന്ന വീടുകൾ പണിയുന്നത്. ഹിന്ദിക്കാരെന്ന് പറഞ്ഞാൽ ഒരു പണിത് ഒരു 10,000 രൂപയ്ക്ക് വീട് പണിത് അവരുടെ കഴിഞ്ഞ് പിന്നെ അവർ ബാങ്ക് ബാലൻസും പരിപാടിയൊക്കെ ആയിട്ട് അവർ നിൽക്കും. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ സാധനം ബെറ്റർ ലൈഫ് പുറത്ത് ഓഫർ ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഫ്രീഡം കൂടുതലും പെൺപിള്ളേരാണ് പോണത് എൻജോയ് ചെയ്ത്. നമ്മ ആൺപിള്ളേര് പോണെന്നുണ്ടെങ്കിലും ആൺപിള്ളേർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. നാട്ടിലേക്ക് വരണം, ഇവിടെ ഉത്സവങ്ങൾ പെരുന്നാളുകളൊക്കെ കൂടണം. അപ്പൊ അവരെ അവിടെ ചെന്ന് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ഈ പെരുന്നാളുകളും കാര്യങ്ങളൊക്കെ വരുമ്പോ നാട്ടിലേക്ക് പോകണം. പക്ഷെ പെൺപിള്ളേരൊന്നും അങ്ങനെ പറയാനായിട്ടില്ല. അവർക്ക് അവിടെ സെറ്റിൽഡ് ആയാൽ മതി. കാരണം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു അവർക്ക് അവിടെ ഇഷ്ടമാണ് ഫ്രീഡമാണ്. ഇവരുടെ ഈ ഫേസ്ബുക്ക് അമ്മായിമാരും ഇവരൊന്നും അല്ല, പിള്ളേരുകൾക്ക് പറച്ചിലുള്ളൂ നാട്ടിലേക്ക് വരണം എന്നൊക്കെ. കൂടുതൽ ആൾക്കാരും അതിന് നല്ല സുഖത്തിലാണ് അവിടെ നിൽക്കണത്. പിന്നെ അത് നമ്മളോട് പറയുമ്പോൾ പറയില്ല നിങ്ങൾ നിൽക്കണത് അവിടെ നല്ല പൈസ കിട്ടണുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഫാമിലി. മെയിനായിട്ട് നമ്മുടെ നമ്മളിവിടെ ജോലി ചെയ്താൽ കിട്ടുന്ന സെയിം ജോലി അവിടെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനുള്ള ഇൻകം കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ സംശയിച്ചില്ല, ഇപ്പൊ ആനപ്പാപ്പന്മാരെ എങ്ങനെ അവിടെ പോയിട്ട് ആനപ്പാപ്പാന്റെ ജോലി ചെയ്യും? അവിടെ അവൈലബിൾ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. അവിടെ ആനയില്ലല്ലോ, ആനപ്പാപ്പൻ എന്ത് ചെയ്യും? അപ്പൊ ആനപ്പാപ്പന് ജീവിക്കണ്ടേ? പാപ്പന്മാർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇവിടെ. എന്താണ് നടക്കണേ? ഇവനെ വെച്ചിട്ട് ഈ കുടുംബം എനിക്കറിഞ്ഞൂടെ എങ്ങനെ വിജയിപ്പിക്കണം. നീ പറഞ്ഞു ഇവിടെ പണിയണത് ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മ പഠിച്ച് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്തൊരു കോഴ്സ് ആണെങ്കിലും ഇപ്പൊ ഡിപ്ലോമ ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഈ നഴ്സിംഗ്, മെയിൻ എക്സാമ്പിൾ നഴ്സിംഗ്. ഇവിടുത്തെ ഒരു നഴ്സിന് ഒരു 20,000 രൂപ 25,000 സാലറി ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒരു എക്സാം എഴുതി അവര് പാടുന്നു. അത് എഴുതി പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി GCC തന്നെ നമ്മൾ ദുബായിൽ തന്നെ പോയാലും ഒരു 80K മുകളിൽ സാലറി കിട്ടും. അത് ഇവിടെ എത്ര കൊല്ലം വർക്ക് ചെയ്യേണ്ടി വരും എനിക്കറിയില്ല. അറിയില്ല. എന്നാലും ഞങ്ങളൊരു ചോദ്യം നിന്നോട് ചോദിച്ചു, നീ മറുപടി ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾക്ക് അറിയോ അവർക്ക് എത്ര സാലറി കിട്ടും? ഞാൻ GCC എനിക്ക് നഴ്സിംഗിന്റെ ജോലി എനിക്കില്ല. നീ തന്നെയാണ് അവർക്ക് 20,000 കിട്ടും, അവിടെ 80,000 കിട്ടും, അവിടെ 1 ലക്ഷം കിട്ടും. എന്റെ ഇപ്പൊ ഫ്രണ്ട്സിലല്ല ആരെങ്കിലും കിട്ടും നേഴ്സുമാരുണ്ടോ? അവര് തന്നെ ഇവിടെ എത്ര നേഴ്സിന്റെ ഇതില് ജീവിക്കാൻ പോണ ഒരാളുണ്ട്. ഓക്കെ, അവനോട് ചോദിക്കാം. അതാരാ? കൂടുതൽ നേഴ്സായിട്ട് ബന്ധമുള്ളത് ചേട്ടനാണ്. ചേട്ടൻ പറയും. ചേട്ടൻ പറയും. എല്ലാ ജോലികൾക്കും അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. സാലറിയുടെ കേസൊക്കെ പറഞ്ഞു. സാലറി അവർക്ക് കിട്ടും, ഇവിടെ കിട്ടുന്നതും ഇവിടെ ഇപ്പൊ അവള് ഇവിടെ വർക്ക് ചെയ്തിരുന്നാണ് അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. അവളെ പോയിട്ടുണ്ടോ ടോപ്പിക്കിൽ? അപ്പൊ നിനക്ക് കൂടുതൽ അറിയാൻ പറ്റും. കാരണം നിങ്ങൾ ഒരു 5 വർഷമായിട്ട് പ്രണയിച്ച് നടക്കുന്ന ആൾക്കാരാണ്. കൊള്ളട്ടെ. അപ്പൊ ഇത് പറയാം ടോപ്പിക്കിലേക്ക്. ഇത് അറിയാൻ പറ്റും. സാലറി ഇവിടെ കിട്ടുന്നു. അവര് പോവാൻ കാരണം എന്തെന്ന് അറിയാൻ പറ്റും. പോവാൻ കാരണം വേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ല. എന്നിട്ട് നാക്ക് തുമ്പിക്കട്ടെ. ഫെസിലിറ്റീസ് ഇവിടെ കിട്ടുന്ന ആരുതല്ല അവിടെ മെഡിക്കൽ ഡിപ്ലോമ അവിടെ കിട്ടുന്നത്. അത് വ്യത്യാസമുണ്ട് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ അവിടെ കിട്ടണമെന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുള്ളൂ, ഇവിടെ കിട്ടുന്നത് ഇവിടെ കിട്ടുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇപ്പൊ നമ്മ പറഞ്ഞല്ലോ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് ഇപ്പൊ നിങ്ങളൊക്കെ ആയാലും ഒരുപാട് ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. അല്ല, നമ്മൾ പോയ കാര്യം വേറെ കാര്യമുണ്ട്. ഗൾഫിൽ പോക്കെന്ന് പറഞ്ഞാൽ ഗൾഫിൽ എല്ലാവരും പോകുന്നതാണ് പണിയെടുക്കാൻ വേണ്ടി തന്നെയായിട്ട് പോണതാണ്. ഗൾഫിലേക്ക് ആരും സ്റ്റുഡന്റ് വിസയ്ക്കോ അല്ലെങ്കിൽ വേറെ ടൂറിസ്റ്റ് വിസയ്ക്കോ ആയിട്ടൊന്നും ആരും പോണില്ല. ഗൾഫില് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പണിയെടുക്കുക. പിന്നെ ഗൾഫിലെ ആകെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പൊ തന്നെ പോരാ. അന്ന് രാവിലെ കയറി കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഇവിടെ എത്തും. അത്രയും ദൂരം വ്യത്യാസമുള്ളൂ. അതുപോലെയല്ല നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രിയാണ്. കാരണം പിള്ളേരുകൾ ഇപ്പോൾ ഒരുവിധം ഒരു +2 ഡിഗ്രി കഴിഞ്ഞ പിള്ളേരുകളൊക്കെ നേരെ ഒരു സ്റ്റുഡന്റ് വിസയ്ക്ക് എടുക്കും, പോവും. പിന്നെ അവിടെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടുന്ന് PR എടുക്കുക. അവിടെ PR എടുത്ത് അവിടെ സെറ്റിൽ ആവാന്നാണ് അവരുടെ ലക്ഷ്യം. നമ്മളുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞ സാധനമാണ് പിള്ളേരുകള് അവിടുന്ന് ഒറ്റെണ്ണമില്ല നാട്ടില്
കളിച്ചും ചിരിച്ചും നടക്കാനൊക്കെ ആയിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് പോണതായിരിക്കില്ല ഈ സാധനം. പണ്ട് നമ്മള് തന്നെ ഒരു പെരുന്നാളിനും എത്ര ആളാ ഒരുമിച്ച് ഒരുമിച്ച് പിള്ളേർ കൂട്ടത്തിൽ തന്നെ ജർമ്മനിലുണ്ട് പല, അതായത് ഒരു 2018 ശേഷമാണെന്ന് തോന്നുന്നു ഞാനിത് കൂടുതലായിട്ട് നോട്ടീസ് ചെയ്തേക്കണത്. 2018 ശേഷമൊക്കെ ഒന്നും ഇത് ഒരുപാട് പേര് ഇങ്ങനെ പോയി തുടങ്ങിയേക്കണം. പഠിക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പൊ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് കഷ്ടപ്പാട് തന്നെയാണ് അവർക്കും. പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം. പക്ഷെ എന്നാലും അവര് എങ്ങനെയെങ്കിലും കുറച്ചാളുകൾ പിടിച്ചു നിന്ന് PR കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വന്നില്ല. ജസ്റ്റ് ഒരു കല്യാണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ജസ്റ്റ് അത് കഴിഞ്ഞ്. എനിക്ക് തോന്നുന്നു ഗൾഫിൽ കൂടുതലും ആൾക്കാർ പിടിച്ചു നിൽക്കണതിന്റെ ഒരു കാരണം നാട്ടിലെ കുറെ അമ്മായിമാരും കുറെ പേരൊക്കെ ഉണ്ട്. ഇവരിങ്ങനെ ചോദിക്കും കല്യാണം ആയില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കിടന്ന് ചോദിച്ചോണ്ടിരിക്കും. അമ്മായിമാരെന്നല്ല ഞാൻ പറഞ്ഞ ഒരു സൊസൈറ്റിയിൽ കുറച്ച് കാരണന്മാരൊക്കെ ഉണ്ട്. ഇവര് നാട്ടില് പിള്ളേര് വന്നു കഴിഞ്ഞാൽ കല്യാണം ആയില്ലേ നാട്ടിലാണെങ്കിൽ പെണ്ണും കിട്ടാനില്ല, ജോലി വല്ലതും വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഗൾഫിൽ ഈ കടിച്ചു തൂങ്ങി കുറെ പേര് നിൽക്കണം. എന്നാലും ഉണ്ട് എന്തെങ്കിലും നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് ഒട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പേരിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ആൾക്കാരുകളുണ്ട്. പിന്നെ നമ്മ ഇപ്പൊ ഈ ആഴ്ച ഞങ്ങള് തന്നെ പോയിട്ട് 2 കൊല്ലം കൊണ്ട് സെറ്റിൽ ആവുമെന്ന് വിചാരിക്കും. അടുത്തപ്പോഴേ ഈ എന്തെങ്കിലും വേറെ ഇൻസിഡന്റ് ഇഷ്ടപ്പെട്ടല്ല. പിന്നെ അവിടുത്തെ ഒരു കാലാവസ്ഥ നമുക്ക് ഒട്ടും യോജിച്ചൊരു കാലാവസ്ഥയല്ല. ഈ പറഞ്ഞോണം ഈ യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഈ പറഞ്ഞ കാലാവസ്ഥകള് സെയിം തന്നെയാണോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ പറയണം ഗൾഫില് ചൂട് മറ്റോടെ മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം മഞ്ഞ് തണുപ്പിലേക്കൊക്കെയാണ് പോണത്. ചൂടും ഇതൊക്കെ പിന്നെയും സഹിക്കാൻ പറ്റുന്നതാണ്. തണുപ്പ് ഭയങ്കര നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം ഫോട്ടോയിൽ കാണുന്ന ഒരു മഞ്ഞും ഈ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കാണുള്ളൂ. അത് 2 ദിവസം എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഇത് തീരെയാണ്. പിന്നെ ആരും ഫോട്ടോ ഇപ്പൊക്കെ ആദ്യമൊക്കെ ഒരു 2020-22 കാലഘട്ടങ്ങളിൽ എല്ലാവരും ഇങ്ങനെ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോയി തുടങ്ങുമ്പോൾ അവർ ഫസ്റ്റ് ഇടുന്നത് ഈ സ്പ്രിംഗ് സീസണും ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫോട്ടോസ് ഇടാം, ഇതിന്റെ ഒരു എൻജോയ് ചെയ്യണം. ആ സാധനം കാണുമ്പോൾ നാട്ടിൽ നിൽക്കണം നമുക്കായാലും തോന്നും, അങ്ങോട്ടേക്ക് പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും. എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ വീഗലാൻഡിൽ പോയി, മഞ്ഞാണ് ഞാൻ ഇങ്ങനെ കുളിക്കൊണ്ടിരിക്കുന്നു. കുബേരല്ലേ ദിലീപ് ഇരിക്കൊണ്ട് ഇങ്ങനെ. അത് നമുക്ക് അങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മ ഇങ്ങനെ പോയി. അടുത്തായതുകൊണ്ട് അപ്പൊ ഇത് കണ്ടിട്ടാണ് ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ പോണം തോന്നിയ ഇത് പോക്ക് കൂടി. അപ്പൊ അവിടെ ചെന്ന് നമ്മുടെ ഫ്രണ്ട്സും അങ്ങനെ എത്തിപ്പെട്ടു. അങ്ങനെയൊക്കെ എത്തിപ്പെട്ട് കഴിയുമ്പോ അവർ അവിടുത്തെ കഥകൾ പറയുമ്പോ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ തോന്നണമെന്നില്ല. നമുക്ക് നാട്ടിൽ തന്നെ ഉള്ളത് ഓൾമോസ്റ്റ് എല്ലായിടത്തും മലയാളികളും പിന്നെ നമുക്ക് കണക്ഷൻ ആയി. ആദ്യം ആരും ഉണ്ടായില്ല ഈ ജർമ്മനി അല്ലെങ്കിൽ ആരുണ്ടായില്ല. നമ്മുടെ നാട്ടിൽ തന്നെ വിരലിൽ ഉണ്ടാവുന്ന ആരെങ്കിലും ജർമ്മനിക്കൊക്കെ പോയി എന്ന് പറയുമ്പോൾ നമുക്ക് അവരൊക്കെ ഭയങ്കര അത്ഭുതം. ഇപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് അവരുടെ അനുഭവങ്ങൾ പറയുമ്പോ നമുക്ക് പോവാനും ഒരു മടി മാത്രമല്ല നമ്മളിപ്പോഴും കുറെ രാജ്യങ്ങളെ കുറിച്ച് കേൾക്കണം തന്നെ. അപ്പൊ അവിടേക്ക് പോണി ഇവിടേക്ക് പോണി ഇത് സ്ഥലം അമേരിക്കയൊക്കെ നമ്മള് വേറെ അമേരിക്ക, സ്പെയിൻ. പക്ഷെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ എന്തൊക്കെ നീ ഹിസ്റ്ററി ഒന്നും പഠിക്കാത്തോണ്ട് ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ പച്ചാക്കേണ്ട കാര്യമില്ല. പഠിപ്പിച്ചാലാ നമ്മൾ അതിനൊക്കെ വേണ്ടിയല്ലേ നമ്മൾ കൂടി ഇരിക്കണേ. നാളെ ഒരു ഡിക്ഷണറി ബുക്കായിട്ട് വാട്ടാ. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ സാലറി, ഒരാഴ്ചയിൽ ഒരു 3 ദിവസം പണി അല്ലെങ്കിൽ 4 ദിവസം പണി എന്നുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നായിരിക്കും. താൻ എന്ത് ചെയ്യും? സംഭവം ഞാൻ പോകും. എനിക്ക് നാട്ടിലെ ചായക്കടയും പുട്ടും പൊറോട്ടയ്ക്ക് നിന്ന് ആർക്കും ഇവിടെ നടക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവര് ചിന്തിക്കണത് നമ്മ കുറച്ചാൾ ഇവിടുന്ന് എമൗണ്ട് കൂടുതൽ കിട്ടുമ്പോ അവര് പുറത്തേക്ക് ഇവിടെ നമ്മളെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോകണല്ലോ. നമ്മുടെ ഒന്നാമത്തെ ഇന്ത്യയിൽ അതിനുള്ള സാലറി കൊടുക്കാനുള്ള സെറ്റപ്പ് ഇല്ല. പിന്നെ മോദിക്ക് ചിലപ്പോ ഉണ്ടായിരിക്കും, നമുക്ക് ഇവിടെ കിട്ടല്ല. മോദി കൊടുക്കണ്ടായിരിക്കും. സാലറി കൊടുക്കാൻ സെറ്റപ്പ് ഇല്ലാണ്ടല്ല, ജനസംഖ്യ അല്ല, പിന്നെ അതിനുള്ള സാധനങ്ങൾ നമ്മളെ വരവിനനുസരിച്ച് ചെലവുള്ളൂ. നമുക്ക് ചെലവൊന്നല്ല. അവിടെ ഒരു വീട് എടുക്കണമെങ്കിൽ എത്ര കൊടുക്കണം? അതുപോലെയാണ് ഇവിടെ. ഇവിടെ അപ്പൊ അപ്പനമ്മ വീടിനാക്കിയിട്ടുണ്ട്, നമുക്ക് കാശ് കൊടുക്കണ്ട. അത് ഓക്കെ ഓക്കെയാണ്. സ്വന്തമായിട്ട് പണിയെടുത്ത് വീട് വെക്കുമ്പോഴാ അപ്പനും അമ്മയും പണിയെടുത്ത് പണിയെടുത്ത് അതൊക്കെ ഞാൻ അങ്ങനെ ജീവിക്കണേന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഇവിടെ ഇരിക്കണ വർക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കും. ഞാനല്ല, ഇപ്പൊ ഒരാള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിചാരിക്കും. ആൾക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാൾ ഡബിൾ അല്ലെങ്കിൽ ത്രിബിൾ മടങ്ങ് സാലറി ആയിരിക്കും അവിടെ കിട്ടുന്നത്.
അതിനുള്ള അപ്പൊ അവര് ചൂസ് ചെയ്യണ അതായിരിക്കും. ചെലവുണ്ടായിക്കോട്ടെ. ഞാൻ കാര്യം പറയട്ടെ, നിനക്ക് ഇവിടെ ജോലിയുണ്ട്, നിനക്ക് ഇവിടുത്തെ ചെലവുണ്ട്, നിന്റെ ചെലവ് കഴിഞ്ഞിട്ട് നിന്റെ സേവിങ്സ് ഒരു 10,000 രൂപ വിചാരിക്കുക. അവൻ അവിടുത്തെ ചെലവ് കഴിഞ്ഞിട്ട് അവന്റെ സേവിങ്സ് 1.5 ലക്ഷം രൂപയാണെങ്കിൽ അവൻ അതേ ചൂസ് ചെയ്യും. എടാ പിന്നെ വേറൊരു കാര്യം, ഈ ഇവിടെ നാട്ടില് വലിയ ജോലി ചെയ്യണ ആൾക്കാര് അവരവിടെ പോയിട്ട് ആ ജോലി തന്നെ അല്ല ചെയ്യണേ. അത് ശരിയാ. അവരിപ്പോ ഈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇനി ആ ജോലിക്ക് തന്നെ പോകുമെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് അതിനേക്കാളും വലിയ ജോലിയൊക്കെ ചെയ്യണ ആൾക്കാര് അവിടെ ചെന്നിട്ട് ചിലപ്പോ ആപ്പിൾ പറിക്കാനോ അല്ലെങ്കിൽ കെയർ ഹോമിലോ ഇങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ കാശുണ്ടാക്കണേ. അപ്പൊ ആ ജോലിയുടെ വലിപ്പത്തിലും ഇത് നോക്കിയിട്ടല്ല അങ്ങോട്ട് പോണേന്ന് ഞാൻ സാലറി, അത് മെയിൻ ആയിട്ടുള്ള ഇൻകം, പൈസ മണി അതന്നെ. അപ്പൊ അതാണ് അവര് മെയിൻ ആയിട്ട് നോക്കണത്. എല്ലാത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പൈസ തന്നെയാണ്. പക്ഷെ നമ്മ ആദ്യം ചിലർക്ക് ഇപ്പൊ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ട് ശരിക്കും നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ നമ്മ ഇവിടെ നിൽക്കുമ്പോ നമുക്ക് നൊസ്റ്റാൾജി ഇല്ല, ഇവിടെ അവിടെ പോകുമ്പോൾ നൊസ്റ്റാൾജിയ ഉള്ളൂ. നമ്മോട് നമുക്ക് വലുത് അറിയണ്ടോ? ഒന്നുമില്ല. നൊസ്റ്റാൾജി എന്ത് നൊസ്റ്റാൾജിയ? നമുക്ക് നൊസ്റ്റാൾജിയ അനുഭവിക്കണമെങ്കിൽ നമ്മ മാറി നിൽക്കണം, വേണ്ടേ? ശരി. അപ്പൊ നമുക്ക് പുറത്തേക്ക് പോകണം, പുറത്തേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നൊസ്റ്റാൾജി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മ ഈ ഒരു ഒറ്റപ്പെട്ട രീതിയിലേക്ക് മാറി നിന്നാൽ ഇപ്പൊ നമുക്ക് നൊസ്റ്റാൾജി എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം എന്താ, നമ്മളിവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ റീലുകളും കാര്യങ്ങളും കണ്ടിട്ട് തന്നെ പുറത്ത് എത്ര ആക്കി മനസ്സിലാവും നിങ്ങൾ അടിച്ചു കുടിക്കുകയാണെങ്കിൽ എന്താ സെറ്റപ്പ്. കാരണം മെസ്സേജുകൾ കാണുമ്പോ നമുക്ക് രസമുണ്ട്. അതിന് അടിച്ചു കുടിക്കുകയാണെങ്കിൽ ഗ്രാൻഡ് അടിപൊളിയാണ്. പക്ഷെ നമ്മത് നോർമലായിട്ട് സ്ഥിരം റുട്ടീനിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണത് ഞാൻ പിടിക്കാൻ പോണതും പോണതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എടുത്തിരുന്നു, അത്രേ ഉള്ളൂ. നമുക്കത് വലിയ സംഭവമല്ല. പക്ഷെ പുറത്തിരുന്ന അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കത് മിസ്സിംഗ് ഉള്ള സമയമാണെന്ന് കാണുന്നു. ചേട്ടൻ പറഞ്ഞോണം നമുക്ക് നൊസ്റ്റാൾജി അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോകണം. പക്ഷെ നമുക്ക് നൊസ്റ്റാൾജി ഒരു ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ അവർക്ക് ആ ശമ്പളം കിട്ടുമ്പോൾ അതിനേക്കാൾ നല്ലൊരു ഫീലിംഗ് അവർക്കും കിട്ടും. അല്ല പൈസ മാത്രം കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് പൈസ പണ്ടത്തെ പോലെ ഒന്നല്ലടാ. പണ്ട് ആൾക്കാര് പൈസ കൂട്ടിയെങ്കിലും പണ്ടും ഒരേമാതിരി തന്നെയാ. അല്ല, വ്യത്യാസമുണ്ട്. പണ്ട് ഒരു കോയിനല്ല, അങ്ങനത്തെ നോട്ടല്ലേ. ഇപ്പൊ അങ്ങനെ ആൾക്കാർ കൂട്ടി പൂത്തി ഒന്നും വെക്കണില്ല. പിള്ളേരൊക്കെ അടിച്ചു പൊളിക്കാണ് കാശ് കിട്ടണതല്ലേ. യാത്രകൾ കൊണ്ട് ഒരുപാട് പണ്ടത്തേക്കാളും ഇപ്പൊ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ഒരുമിച്ച് പോകാൻ ആഗ്രഹം ബാക്കിയുള്ളവർ ഒരുമിച്ച് പോട്ടെ. ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവത്തില്ലല്ലോ, ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവത്തില്ല. അതിനിപ്പോ ഒരുപാട് ആൾക്കാർ പുറത്തു പോകും. ഈ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കില്ല നാട്ടിലുള്ള ആൾക്കാർക്ക്. ഈ പറഞ്ഞോണം തന്നെ ഈ ജർമ്മനി അല്ലെങ്കിൽ ഇവിടേക്ക് പോകുന്ന ആൾക്കാര് നിസ്സാര പൈസക്കും ജോലി ചെയ്യണ ആൾക്കാരുണ്ട്. അവർക്ക് അവിടത്തെ ചെലവും വരും ഇതൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് അധികം പൈസ അയക്കാൻ പറ്റാണ്ട് അവിടെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ സ്കാം. അപ്പൊ അവരുടെ കാരണന്മാരൊക്കെ പറഞ്ഞോളൂ നാട്ടില് അവരൊന്നും ഈ ഓൾഡ് ഏജ് ഹോമിലൊന്നും കൊണ്ട് നിർത്തി അവരെ നോക്കാൻ പറ്റിയെന്ന് വന്നൊന്നും വരില്ല. അവരൊക്കെ നാട്ടില് ഒറ്റപ്പെട്ടോണാണ് അവര് നിക്കണേ. അവിടെ സെറ്റിൽഡ് ആവണാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണന്മാരുടെ കൂടെ വളരേണ്ട ഒരു സമയമുണ്ട്. അവർക്ക് അറ്റൻഷൻ കിട്ടാണ്ട് വരുമ്പോ ഇത്ര വലുതാക്കി ഇത്ര ലോൺ കൊടുത്ത് പഠിപ്പിച്ച് അവരെ വിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥ നമ്മ തന്നെ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഒരുപാടല്ലോ, നമ്മുടെ ചുറ്റോട്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ മൈഗ്രേഷന്റെ ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമ്മ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ കാണുന്ന ഒരു ഏറ്റവും വലിയ സങ്കടം അവസ്ഥകളിൽ ഇവരെ ഇപ്പൊ ഈ കാരണന്മാരെ അവിടേക്ക് കൊണ്ടുപോയാലും അവർക്ക് ഇവിടത്തെ പോലെ തൊട്ടയൽവക്കത്ത് പോയി സംസാരിക്കാനും അല്ലെങ്കിൽ അവരുടെ ഒരു സൗഹൃദ വലയുണ്ടാവും. അതൊക്കെ കാലം മാറിയിടാ. കാരണന്മാരുടെ ചിന്താഗതി മാറണം. തൊട്ടയലക്കത്ത് പോയി അതാണ് കാരണന്മാര് തൊട്ടപ്പുറത്തും ഇപ്പുറത്തേക്ക് കുറ്റങ്ങൾ ഒന്ന് പറയണതല്ലാണ് മാറിയ സൗഹൃദ വലയാണ് ഉദ്ദേശിച്ചത്. അവർക്ക് അവിടെ പോകാൻ പറ്റില്ല. അവരപ്പുറത്തും ഇപ്പുറത്തും സായിപ്പിനോട് പോയിട്ട് എന്നിട്ട് സംസാരിക്കാൻ എന്നിട്ട് സായിപ്പ് ചോർന്നു നോക്കിക്കോ. സായിപ്പിന്റെ മോളുടെ കല്യാണം വിളിച്ചോടി പോയാന്ന് പറയണോ. സായിപ്പിന്റെ മോള് മറ്റവനായിട്ട് പരദോഷം ഇതൊക്കെ പറയാൻ വേണ്ടി ഇവിടുന്ന് ആരും അങ്ങോട്ട് പോണ്ട. തന്തവൈപ്പുള്ള ആൾക്കാര് അവര് പോയി ഇത്തിരി ജീൻസും ഷർട്ടൊക്കെ ഇട്ട് പോണൊരു പോട്ടെ. ബാക്കി നിക്കണ കാര്യം പറയാൻ പറഞ്ഞിട്ട് അല്ല പോണൊരു പോട്ടെ. നിക്കണ ആൾക്കാരുടെ കഥ പറ.
പിന്നെ നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ ഏജൻസികള് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ട് പോകുന്നുണ്ട്. 3-4 ലക്ഷം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പോവാൻ പറ്റാണ്ട് പേപ്പർ മറ്റേ VFX റെഡി ആവാനുള്ള അത് നീട്ടി വെച്ചു. അവിടെ ചെന്നിട്ട് പറ്റിപ്പെടണം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവര് പറയണ ജോലി ആയിരിക്കില്ല, അക്കോമഡേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവര് പറഞ്ഞ സാലറി ഉണ്ടാവില്ല, ചില സാലറി പെൻഡിങ് ആയിരിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പുറത്ത് പോകുമ്പോൾ തന്നെ. ഈ പറഞ്ഞോണം പുറത്തേക്ക് പോകുന്നവര് ഇതൊക്കെ നോക്കി അന്വേഷിച്ചിട്ടൊക്കെ പോവാം. അന്വേഷിച്ചിട്ടും കുറെ അന്വേഷിച്ചാലും എത്ര കണ്ടാലും പിടിക്കാനൊന്നും പറ്റൂല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ലക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. കാരണം നമുക്ക് അന്വേഷിക്കാനായിട്ട് അവിടെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഏത് രാജ്യത്തേക്ക് പോകണമെന്ന് പറഞ്ഞാലും നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആരെങ്കിലും അവിടെ ഉണ്ടാവും. അവരോട് ചോദിച്ചാൽ ഇങ്ങനെ സംഭവം ഉണ്ടോന്ന്. അപ്പം പറഞ്ഞത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതലും അറിയപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ പറ്റിക്കപ്പെടണേന്ന് തോന്നുന്നു. അതായത് ജർമ്മനി, നമുക്ക് കേട്ടേക്കണ ജർമ്മനി, അവിടേക്കൊക്കെ പോണെങ്കിൽ കുറെ ഈ പേപ്പർ വർക്കുകൾ എഴുതണം, കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ വേണ്ടിയാണ് കയറി പോണേന്ന് തോന്നുന്നു. അങ്ങടേക്കൊക്കെ ഈ പറയണം എവിടെ യുക്രൈനോ അങ്ങനെ യുക്രൈനല്ല റഷ്യക്കൊക്കെ പോകുമ്പോഴേക്കാണ് നമ്മ അറിയപ്പെടാത്ത കുറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ പറ്റിക്കപ്പെടണേന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ എല്ലാരും പോണവരൊക്കെ ശ്രദ്ധിച്ചൊക്കെ പോവാ. നല്ല സർട്ടിഫൈഡ് ആയ ഏജൻസി ഉപയോഗിക്കുക. ഇവിടെ എഴുതിക്കാണെങ്കിൽ നല്ലൊരു ഏജൻസിയാണ് പോയണോ അതൊക്കെ കട്ട് ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് അങ്ങനെയെങ്കിലും എത്തിക്കാം. പോണ്ടെന്നല്ല ആരും പറഞ്ഞത്. അതല്ല, നാട്ടിൽ നമുക്ക് ഒരു കാലത്തും ഒരു 100 വയസ്സുവരെ ജീവിക്കുന്ന 50 കൊല്ലം പണിയെടുത്താലും പണിയെടുത്തിട്ട് നാട്ടിൽ നിന്ന് ജീവിക്കാൻ പറ്റും. ആ ഒരു ഇതിനകത്ത് അങ്ങോട്ട് പോകുന്നുള്ളൂ, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് പോകും. അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ചും കൂടി നല്ല ലൈഫ് വേണം, നല്ല ജീവിത സൗകര്യങ്ങളെല്ലാം വേണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പണിയെടുത്ത് എന്തായാലും ജീവിക്കാൻ പറ്റില്ല. ഒരു ഗവൺമെന്റ് ജോലി ആയാലും ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നാട്ടിൽ വല്ല സംരംഭമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി നാട്ടിലൊക്കെയാണ് സെറ്റിൽ ആവുകയാണെങ്കിൽ ഓക്കെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ചാൻസ് കയറി പോവാ. കയറി പോയി 10 കാശ് ഉണ്ടാക്കാം. നമ്മ പറയലൊക്കെ പറയും കെട്ടിപ്പിടിച്ചിരിക്കാനൊക്കെ ഉള്ളൂ. നമ്മുടെ ഭാവി നമ്മൾ നോക്കാം. മൊത്തം പിള്ളേരുടെ ഒരു കൺസെപ്റ്റ് ആ സാധനമാണ്. നാട്ടില് നൊസ്റ്റാൾജി ഒന്നും പിടിച്ച് നിന്നിട്ട് കാര്യമില്ല എന്നാണ് എല്ലാരും പറയാനുള്ളത്. അപ്പൊ പോണവര് പോവാ, നിക്കണവര് നിക്കാ, എൻജോയ് ചെയ്യാ. ആകെയുള്ള ലൈഫാണ്. എവിടെ ആയാലും എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. എവിടെ പോയാലും നമ്മുടെ വായ്ത്താളം കാണാം. അതന്നെ മെയിൻ ആയിട്ട് വായ്ത്താളം കാണാം. അപ്പൊ ഇന്നത്തെ ചർച്ച നമ്മൾ അപ്പൊ ഇറ്റ്സ് മീ നിഖിൽ, ഐ എം സനൽ, MDP. ടാറ്റാ.